ഹായ്, എല്ലാവർക്കും വണക്കം. എൻ്റെ പൊന്നു മക്കളെ, സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു. എന്താ പറയുക, ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു ചതിയാണല്ലോ നമ്മളോട് ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇൻഡിവിജ്വലാണ്, നല്ല ഒരു പേഴ്സണാലിറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറ്റണമെന്നുള്ളത് അറിയില്ല. എനിവേ, സീക്രട്ട് സ്വാമി തിരക്കഥ എഴുതി ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിലൊക്കെയാണ് പടം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് എന്ത് വർക്കൗട്ടായി എന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, ഗ്രിഗറി, രഞ്ജിത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപർണ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അന്ധവിശ്വാസവും നമ്മളെ വിശ്വസിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസും അതിലുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം, ഒരു സീരിയൽ ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നും. പിന്നെ ഈ പടം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് എല്ലാം ഒരു എബോ എവറേജ് ലെവലിൽ നിൽക്കുന്ന ഫാമിലി, അവരുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു നാഡി ജ്യോതിഷ്യം ആൾക്കാരെ കാണുന്നു. അവർ എന്തോ പ്രവചിക്കുന്നു, നിങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, ആ കുട്ടിക്ക് ആയുസ് കുറവാണ്, അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാര്യങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കുന്നു. അത് മനസ്സിലേക്ക് വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിനെ വേറൊരാളെ പോയി സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് എടുക്കുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ തന്നെ വിശ്വസിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതിന് ചിലപ്പോൾ പ്രകൃതി മാറ്റം വരുത്തും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കമ്പെയിൻ ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുന്നത്, ഓരോരുത്തരുടെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പേടിപ്പിക്കുന്ന ചിന്തകളായിട്ട് മാറുകയും അത് ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് വളരെ മോശമായിട്ടാണ് നമുക്ക് ഒരു ചിത്രീകരണം അനുഭവപ്പെടുന്നത്. കൂടാതെ വരുമ്പോൾ ധ്യാൻ ശ്രീനിവാസനെ കണ്ട് മടുത്ത ഒരു അറ്റയർ തന്നെ ഒരു എന്താ ഫുൾ സ്ലീവ് ഷർട്ടും കോളർ ഇതിങ്ങനെ വെച്ചിട്ടുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ബോഡി ഷെയ്മിങ് അല്ല കേട്ടോ ഇത്. അദ്ദേഹത്തിൻ്റെ ശരീരം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായി. ഈ പടം വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയ്ക്ക് മുമ്പാണോ പിമ്പാണോ എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ്റെ എന്താ പറയുക, ഒരു ബോഡി അറ്റയർ വളരെ വളരെ മോശമായിരുന്നു. വയറൊക്കെ ചാടി ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ശരീരവും അതൊക്കെ ഒരു എന്താണെന്നറിയില്ല, മൊത്തത്തിൽ ആകെ നശിപ്പിച്ച് കോളമാക്കി. പിന്നെ ഗ്രിഗറി ഡയലോഗ് പ്രസൻറ്റേഷൻസ്, അപർണ ബാലമുരളി സോറി കേട്ടോ, അപർണ ബാലമുരളി അല്ല, മറ്റേ അപർണ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഇതിനകത്ത് നടി ആരാന്ന് അറിയില്ല, അവരും എന്തൊക്കെയോ ഒരു വികാരമില്ലാത്ത പോലെ എന്തൊക്കെയോ കാണിച്ചിട്ട് എല്ലാവരും പോകുന്നു. മൊത്തത്തിൽ ആകെ നാശകോശമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സിനിമ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുമ്പോൾ ഒരു ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു അടിപൊളി പടം എന്നുള്ള രീതിയിൽ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ സിനിമേനെ കാണാൻ. അല്ലെങ്കിൽ എന്താ പറയുക, പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് തന്നെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു സംശയമാണ്. എനിവേ, കണ്ടു, ആ സമയം പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ കണ്ടിട്ടുള്ള ഒരു എതിരഭിപ്രായങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാൻ മാത്രം അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിപ്പെടുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.